ആരാടോ തന്റെ അടുത്ത് ഇരാൻ ഒരു ഡീസൽ പാർട്ടിയാ. ഹായ് ജാസ്മിൻ. ഹായ് ചേട്ടാ. ഏറ്റവും കൂടുതൽ വെറുപ്പും നേടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ജാസ്മിനെ വിലയിരുത്തുന്നത്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പുറത്തേക്ക് വന്നു, ഹാങ് ഓവർ മാറിയോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ് മാനസികാവസ്ഥ? ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാ പോവോ? ഇല്ല. ഹാങ് ഓവർ മാറി വരുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. മൂക്കിൽ എപ്പോഴും പിടിക്കുന്നത് അത് നമ്മുടെ ടോപ്പിക്കാണ്, മെയിൻ ടോപ്പിക്കാണ്. അതിലേക്ക് വരാം. ചായയിൽ തുമ്മിയിട്ട് ആ തുമ്മിയ സമയത്ത് പറയുന്ന ഡയലോഗാണ് ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ചത്. കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഈ എന്തെങ്കിലും കൗണ്ടർ അടിച്ച് വിടുന്ന ഒരു സാധനമുണ്ട്. ഇതൊരിക്കലും ഞാൻ എന്നെ ന്യായീകരിക്കുന്ന ഒരു സാധനം. സത്യം പറഞ്ഞാ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാം. പിന്നെ ഞാൻ ശരിക്കും തുമ്മുന്നത് ചായക്ക് അകത്തോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിന്നപ്പം തുമ്മിപ്പോയതാ. എനിക്ക് വെള്ളം അലർജി എന്ന് പറയുമ്പോ പലരും കളിയാക്കും, ഈ വെള്ളം അലർജിയോ കുടിക്കാൻ പറ്റത്തില്ലേ. ശരിക്കും എനിക്ക് വെള്ളം അലർജിയാണ്. മാസത്തിൽ 2 തവണ കുളിച്ചാലേ എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർജി. പ്രധാനപ്പെട്ട ബിഗ് ബോസ് കണ്ടന്റുകളിൽ ഒന്നെന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻ ആയിരുന്നു. വാപ്പ അതിനെ വിലയിരുത്തിയിരുന്നത്, നിങ്ങളുടെ ഈ കോംബോയെ വിലയിരുത്തിയിരുന്നത്, ആ കളിയിൽ അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ ശ്രമിച്ചു ജാസ്മിൻ, പക്ഷെ അത് ഓവർ സ്മാർട്ട്നെസ് ആയിപ്പോയി എന്നാണ്. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. നിങ്ങൾ തമ്മിൽ പ്രേമമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചെടുക്കാൻ പറ്റുമോ? ഒക്കെ കഴിയുമ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് ഇവനോട് ഒരു ഇഷ്ടമുണ്ട്. ഞാൻ ആ ഇഷ്ടം പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണോ തിന്നട്ടെല്ലിന്റെ കുത്തൽ. എന്നാ പിടിച്ചു വെക്കാതെ എനിക്കങ്ങ് പ്രേമിച്ചൂടെ? പറ്റില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരെയും കാസ്റ്റ് വേറെയാണ്. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഫാമിലി പരമായി വേറെ കുറെ മീൻസ് റിലീജിയൻ വേറെയാണ്. ഫാമിലി പരമായി ഞങ്ങൾക്ക് കുറെ ഇഷ്യൂസ് കാണും. ഞങ്ങൾക്ക് ഒരിക്കലും കല്യാണം എന്നുള്ളൊരു സാധനം ഞങ്ങൾക്ക് നടക്കില്ല. എന്നെ തേച്ചതാണല്ലേ? ഞാൻ പറയാണ് അത് നടക്കും അല്ലെങ്കിൽ അതാവും ഇതാവും എന്ന് പറഞ്ഞ് ഞാനൊരു കള്ളം പറയുന്നതിലും വൃത്തിയല്ലേ, ഞാൻ കറക്റ്റ് സത്യം പറയുന്നത് നടക്കില്ല. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തൽക്കാലം ഇത്രയും മതി.